ഹലോ ഗായ്സ്, ഈ ചാനൽ വന്നതിൽ വെച്ച് മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോയിലോട്ട് സ്വാഗതം. Q&A. ശരി എന്നാ. I mean YouTube money revealing. How to bite mosquito back. ബ്രോ, ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം ക്ലിയർ ആയിട്ട്, മോസ്കിറ്റോ ഒരിക്കലും നമ്മളെ കടിക്കുന്നില്ല. അത് അതിന്റെ കൊമ്പ് കൊണ്ട് നമ്മളെ കുത്തിയിട്ടാണ് ബ്ലഡ് എടുക്കുന്നത്. നമ്മൾ ഏതെങ്കിലും മോസ്കിറ്റോ കുത്താമെന്ന് നമ്മൾ ഉറപ്പായും തിരിച്ചു കുത്തണം. അടുത്ത വർഷം ബ്രോ ഏതെങ്കിലും മോസ്കിറ്റോ കുത്താമെന്നാൽ ബ്രോ ഇതുപോലെ ചെയ്യാം. Q&A വീഡിയോ അവസാനിച്ചിരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാൻ. ടാറ്റാ ബൈ ബൈ. എങ്ങനെ പഠിച്ചു യൂസ് ചെയ്യുന്ന ആപ്പ്? എത്ര സമയം എടുക്കും ചെയ്യാൻ? എനിക്കൊരു 10 സെക്കൻഡ് മതി. എഡിറ്റിംഗ് ആണെങ്കിൽ എനിക്ക് 2-3 ദിവസം എടുക്കും ചെയ്യാൻ. ആക്ച്വലി ഞാൻ എഡിറ്റിംഗ് ആൻഡ് റെക്കോർഡിംഗ് രണ്ടും ഒരുമിച്ചാണ് ചെയ്യുന്നത്. എന്റെ എഡിറ്റിംഗ് സീക്രട്ട് ഒക്കെ പറയാൻ കുറെ പേര് പറയണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ എഡിറ്റ് ചെയ്യുന്നത് പ്രീമിയർ പ്രോ എന്ന സോഫ്റ്റ്വെയറിലാണ്. പ്രീമിയർ പ്രോ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ഈ ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ വേണ്ട, ഫസ്റ്റ് ഞാൻ ട്യൂട്ടോറിയൽസ് പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ട്യൂട്ടോറിയൽ ഞാൻ ഈ വീടിന്റെ അവസാനം കൊടുക്കാം. മോസ്റ്റ് സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ. ചുക്കാമണി സിബിൽ കുടുങ്ങിയിട്ടുണ്ടോ? മില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ടൈംസ്. എനിക്ക് 100% ഷുവറാണ് ചുക്കാമണി സിബിൽ കുടുങ്ങാത്ത ഒരാണും കൂടി ഈ ലോകത്തുണ്ടാവില്ല. എവറി ടൈം ആഫ്റ്റർ പീയിങ് വിത്തൗട്ട് വിയറിംഗ് ജട്ടി എന്റെ സിബ് എന്നോട് പറയും, feel pain, accept pain, and no pain. Your voice is amazing. എഡിറ്റിംഗ് വേറെ ലെവൽ. ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാറുണ്ട് വീഡിയോ. ചിരിച്ചൊരു വഴിയാകും ഈ. ബ്രോ, ഇതിനൊക്കെ ഞാൻ എങ്ങനെ നന്ദി പറയുന്നത് എനിക്കറിയില്ല. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇത്രയ്ക്ക് സപ്പോർട്ട് കിട്ടുമെന്ന്. എനിക്കാകെ ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, എന്നെ എപ്പോഴും ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ Q&A അല്ല, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈച്ച അറിയാതെ ഈച്ചിനെ എങ്ങനെ കൊല്ലാം? ആ കൊതുകിനെ കൊല്ലം യൂസ് ചെയ്ത അതേ സ്ട്രാറ്റജി നമുക്ക് ഈച്ചിനെ കൊല്ലാൻ ഉപയോഗിക്കാം. എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, സ്ട്രോബെറി ഫ്ലേവർ ഈച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ട്. വാട്ട് ഈസ് യുവർ റിയൽ നെയിം? കുറെ പേര് എന്റെ റിയൽ നെയിം എന്താണ്, എന്റെ ഫേസ് റിവീൽ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ആകെയുള്ള ഒരു ക്യാമറ എന്ന് പറയുന്നത് അത് ഈ ലാപ്ടോപ്പിന്റെ വെബ്കാം ആണ്. അതാണെങ്കിൽ നോക്കിയന്റെ പഴയ 2 MP ഫോണിനൊക്കെയും ദാരിദ്ര്യമാണ് ഗോൾഡ്. നല്ലൊരു ക്യാമറ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അതിന്റെ മുഖത്ത് പോയിട്ട് മരം പോലെ ഇരിക്കല്ലാണ്ട് എന്റെ മുഖത്ത് ഒരു എക്സ്പ്രഷൻ വരും. സോ കുറച്ചും കൂടി വെയിറ്റ് ചെയ്യുക ഗൈസ്. ഫേസ് റിവീൽ ഒക്കെ നമുക്ക് പതിയെ ചെയ്യാം. പിന്നെ എന്റെ റിയൽ നെയിമും ഫേസ് റിവീൽ ചെയ്യുമ്പോൾ പറഞ്ഞു. നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ട്? ബ്രോ, ഉപ്പ്, കുരുമുളക് പൊടി, ഗരം മസാല എല്ലാം ഉണ്ട്. ഇന്നലെ ചിക്കൻ മസാല കഴിഞ്ഞപ്പോൾ ഞാൻ കോൾഗേറ്റ് കൊണ്ടാണ് ചിക്കൻ വരട്ടിയെടുത്തത്. പണ്ട് കോൾഗേറ്റ് സെയിൽസ് കൂട്ടാൻ വേണ്ടി പേസ്റ്റിൽ ഉപ്പിട്ട് വെക്കാൻ തുടങ്ങിയതാണ്. ആൻഡ് റെസ്റ്റ് ഈസ് ഹിസ്റ്ററി. കോൾഗേറ്റ് ആക്റ്റീവ് സോൾട്ട് में नमक है. വാട്ട് ഈസ് യുവർ ഇൻസ്പിറേഷൻ? ആക്ച്വലി എന്നെ ഒരുപാട് പേര് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ള ആരെന്ന് ചോദിച്ചാൽ ഞാൻ പറയും കാരി മിനാട്ടി. ബോറടിച്ചാൽ എങ്ങനെ തിരിച്ചടിക്കണം? കുത്ത്. ഈ ചോദ്യത്തിൽ തന്നെ അതിന്റെ ഉത്തരമുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്നാലും ഒരു അഡ്വൈസ് തരാം. നിങ്ങൾക്ക് ഒരുപാട് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ബോറിംഗ് എന്ന് പറഞ്ഞിട്ട് അതൊന്ന് കാണാം. ഞാൻ എന്തിനാ ആഡ് പ്രൊമോഷൻ പോലെ സംസാരിക്കുന്നത്? How many stages love have? Stages stages എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവും. Love have 4 stages. First one is hand to hand. Second one is hand to that. Third one is that to hand. Fourth one is that to that. Only legends can understand it. നിങ്ങൾ ആരും അറിയാത്ത ഒരു സാഡ് പാസ്റ്റ് സ്റ്റോറി ഉണ്ട് എനിക്ക്. പണ്ട് എനിക്കൊരു 50K സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനലിന്റെ പേര് ഒടുക്കത്തെ സീരിയൽ. ആ ചാനലിൽ ഞാൻ സ്വാന്തന സീരിയലിന്റെ പ്രോമോ റിവ്യൂ ചെയ്യുമായിരുന്നു. ആൻഡ് ഗസ് വാട്ട്, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഏഴാണ് കിട്ടി ഏഷ്യനെറ്റിന്റെ. എന്റെ 17ാമത്തെ ബർത്ത്ഡേക്ക് ആ ചാനൽ യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്തു. ആ ചാനലിൽ ഞാൻ 0 to 50K എത്തിച്ചത് എന്റെ ഫോണിൽ കൈൻ മാസ്റ്ററിൽ എഡിറ്റ് ചെയ്തിട്ടാണ്. കാരണം നല്ലൊരു PC വാങ്ങണം, നല്ലൊരു മൈക്ക് വാങ്ങണം, മേരെ പാസ് പൈസ നഹീ തേ. ആ ചാനലിൽ യൂട്യൂബ് റവന്യൂ ആയിട്ട് 60,000 എന്റെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവണ്ടായിരുന്നു. പക്ഷെ അതിന് മുമ്പ് യൂട്യൂബ് ചാനൽ ടെർമിനേറ്റ് ചെയ്തു. ആൻഡ് ഈ ഒരു കാര്യം എന്നെ മെന്റലി ഒരുപാട് അഫക്ട് ചെയ്തു. എന്റെ ഒരാളോട് സംസാരിക്കാൻ കൂടി പറ്റാത്ത അവസ്ഥയിലായി ഞാൻ. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി യൂട്യൂബിൽ മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ കാണാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഒരു കാരി മിനാട്ടിന്റെ വീഡിയോ റെക്കമെൻഡ് ചെയ്തു. എന്റെ എല്ലാ സങ്കടവും ആ വീഡിയോ ഒരുമാതിരി ഇല്ലാണ്ടാക്കി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ എനിക്ക് എപ്പോഴൊക്കെ വിഷമം വന്നാലും കാരി മിനാട്ടിയുടെ ഏതെങ്കിലും പഴയ വീഡിയോസ് എടുത്ത് കാണും. എന്നെ ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ എന്തിനെ പറ്റിയിട്ടാണ് വിഷമിച്ചിരുന്നതെന്നും കൂടി ഞാൻ മറന്നു. അങ്ങനെ എന്റെ യൂട്യൂബ് ചാനൽ ടെർമിനേറ്റ് കഴിഞ്ഞ് കറക്റ്റ് 1 മാസം കഴിഞ്ഞത് എന്റെ ബാങ്ക് അക്കൗണ്ടിൽ 60,000 rupees ക്രെഡിറ്റ് ആയി. എന്റെ ആ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ്. ആ പൈസ കൊണ്ട് ഞാൻ ഒരു HP പവേലിയൻ ലാപ്ടോപ്പ് വാങ്ങി. ഇപ്പൊ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്ന ലാപ്ടോപ്പിലാണ്. ആൻഡ് എനിക്ക് വേറൊരു ചാനലും കൂടി സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നി. ആൻഡ് അതാണ് ഈ ചാനൽ. ആദ്യമൊക്കെ ഞാൻ കാരി മിനാട്ടിന്റെ ഒരുപാട് വീഡിയോസ് കോപ്പി അടിക്കായിരുന്നു. കാരണം എനിക്ക് റോസ്റ്റിംഗ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ എനിക്ക് മനസ്സിലായി കോപ്പി അടിച്ചുകൊണ്ട് ഒരു കാര്യമില്ലാന്ന്. അങ്ങനെ സ്വന്തമായിട്ടും കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. കുറച്ച് ക്രിഞ്ചൊക്കെ ആണെങ്കിലും നിങ്ങൾ കുറച്ച് പേരൊക്കെ അതിന് ഇഷ്ടപ്പെടാൻ തുടങ്ങി. ആൻഡ് ഹിയർ ഐ ആം വിത്ത് 60K സബ്സ്ക്രൈബേഴ്സ്. അത് ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ അത് ചെറുതാണെങ്കിലും എനിക്കത് വലിയൊരു കാര്യമാണ്. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട്
ഏകദേശം 1.5 വർഷമായി. പക്ഷേ യൂട്യൂബ് ഇപ്പോഴാണ് കുറച്ച് കരുണയൊക്കെ കാട്ടി തുടങ്ങിയത്. യൂട്യൂബിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന വീഡിയോ ഒരിക്കലും റീച്ച് പോകില്ല. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാതെ ഈ വീഡിയോ ഒന്നും റീച്ച് പോകണമെന്ന് പറഞ്ഞാൽ കടം തൊലിച്ചിടുന്ന വീഡിയോസൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരുപാട് റീച്ച് പോകുക. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ക്ലിക്ക് ബേറ്റായ യൂട്യൂബ് റവന്യൂ. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, എൻ്റെ ഓരോ മാസത്തെ വരുമാനം ഞാൻ അവിടെ സ്ക്രീൻഷോട്ടായി കൊടുക്കാം. ശരിക്കും പറയുകയാണെങ്കിൽ യൂട്യൂബിൽ നിന്ന് 1 രൂപ കൂടി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. ഈ മാസം എനിക്ക് ഫസ്റ്റ് സാലറി കിട്ടാൻ പോകണമെന്ന് തോന്നുന്നു. അത് കിട്ടിയാൽ മതിയായിരുന്നു. ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ വീഡിയോ ഒന്നും അധികം ആരും കാണാൻ പോകുന്നില്ല. പക്ഷേ ഇതുവരെ കണ്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് ഒരു എഡിറ്റിംഗ് സീക്രറ്റും കൂടി പറഞ്ഞുതരാം. നിങ്ങൾ ഓഡിയോ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ ഓഡിയോ ലെയർ സ്പീഡ് കട്ടിങ് ചെയ്യണേക്കായി നല്ലത് ആ ഒരു കട്ട് ചെയ്ത ലെയർ വേറൊരു ഓഡിയോ ലെയറിൽ കൊണ്ടുവിടാം, മേലേക്ക് ഇതുപോലെ. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഉപകാരം എന്ന് പറയുന്നത് നമുക്ക് ഓഡിയോ കട്ട് ചെയ്ത് മനസ്സിലാവില്ല, ഒരു ഫ്ലുവൻസി കിട്ടും. പിന്നെ ഞാൻ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് ചാൻസുള്ള ആനിമേഷൻ പ്രീമിയർ പ്രോ ചെയ്യണമെങ്കിൽ 1 ദിവസമെങ്കിലും എടുക്കും. പക്ഷേ ഞാനിത് ഫോട്ടോഷോപ്പിൽ 5 മിനിറ്റ് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഞാൻ ഫോട്ടോഷോപ്പ് എടുത്ത് ഈ ഒരു കാര്യം സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് ലിപ്സിംഗ് അനുസരിച്ച് ആ ക്യാരക്ടറിനെ മൂവ് ചെയ്തു. പിന്നെ ആവശ്യമുള്ള സ്ഥലത്തൊക്കെ ഗ്രീൻ സ്ക്രീൻ കൊടുത്ത് നമുക്കത് റിമൂവ് ചെയ്ത് കളയാനും പറ്റും. ഇത് കുറച്ച് വളഞ്ഞ വഴിയാണെന്ന് എനിക്കും അറിയാം. ബട്ട് ഇതിന് നിങ്ങൾക്ക് പ്രീമിയർ പ്രോ എഡിറ്റിംഗ് അറിയണമെന്നില്ല, നല്ലൊരു സിസ്റ്റം വേണമെന്നില്ല, ഏതൊരാൾക്ക് ഇത് ചെയ്യാം. പിന്നെ മെയിൻ ആയിട്ടുള്ളത് സൗണ്ട് എഫക്ട്സ് ആണ്. സൗണ്ട് എഫക്റ്റ് ഗൂഗിളിൽ പോയിട്ട് യൂട്യൂബിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് കിട്ടും. അത് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. കറക്റ്റ് മാച്ചിനനുസരിച്ച് ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ വീഡിയോ മൊത്തം കുളവും. പിന്നെ വീഡിയോസിൽ ഓവർലേസ് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും, കാരണം വീഡിയോന്റെ ഓവറോൾ ലുക്ക് അത് ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ ഞാൻ പഠിച്ചിട്ടുള്ള കുറച്ച് ട്യൂട്ടോറിയൽസിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. പിന്നെ ഞാൻ ഈ ചാനൽ ഒരുപാട് ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് ഇരുന്നുണ്ട്. ബട്ട് ഇനി മുതൽ ഓരോ ആഴ്ച 2 വീഡിയോ വെച്ച് വരും. മിനിമം 1 വീഡിയോ എങ്കിലും വെച്ച് വരും. അതെന്തായാലും ഞാൻ ഉറപ്പ് തരാം. അപ്പോൾ കമന്റ് ബോക്സിൽ കാണാം ഗൈസ്. ടാറ്റാ ബൈ ബൈ.